എന്താണ് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രരായ ആളുകളോടുള്ള സമീപനം എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഈ കണക്ക് അവതരിപ്പിക്കുന്നു, ഞങ്ങളിതാ ഒരു ഭൂമിയിലെ സ്വർഗമാക്കി കേരളത്തെ മാറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ ആശമാർ നടത്തിയ സമരമുണ്ട്. ആശമാർ നടത്തിയ സമരത്തിൽ ഓണറേറിയം കേന്ദ്രം തരേണ്ടതാണെന്ന് അതിശക്തമായി ഓരോ തവണയും മറുപടി പറഞ്ഞു. അതിനുശേഷം രാഷ്ട്രീയമായി അവരെ ആക്രമിച്ചു. അവരെ ഏതൊക്കെ രൂപത്തിൽ മോശമായി അവരോട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ 265 എത്ര ദിവസമാണ്, 266ാമത്തെ ദിവസം ഈ സമരം അവസാനിപ്പിച്ച് ഇനി അവർ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് സമരം മാറ്റുകയാണ്. അവർ സ്വാഭാവികമായി അവരെ പ്രതിപക്ഷത്തേക്കാക്കുന്ന അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ്. അവർ പ്രതിപക്ഷത്തിൽ നിന്നും പ്രതീക്ഷ ഏൽപ്പിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു, ഞങ്ങളിതാ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ പ്രഖ്യാപനവും നടപടിയും നിങ്ങൾക്ക് 21,000 രൂപ നൽകുകയാണെന്ന് പറയുന്നു. ആദ്യം മുതലേ കാണുകയാണ് പ്രതിപക്ഷ നേതാവിന് ഞാൻ പൂർത്തിയാക്കട്ടെ. പ്രതിപക്ഷം എന്ന് വെച്ചാൽ പ്രതിപക്ഷം ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന് ദൗത്യമെന്നേ, അല്ലാതെ സർക്കാരിന് സ്തുതി പാടുകയല്ല. അപ്പോൾ അവർ ആ സമയത്ത് അവരുടെ ഇടയ്ക്ക് പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അവിടേക്ക് BJP വന്നല്ലോ, BJP കൊടുക്കാതെ അവിടെ വന്നിട്ട് കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്നും ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ BJP നേതാക്കൾ, ഇന്നും അവിടെ ഉണ്ടായിരുന്നു. VV രാജേഷിനൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വരട്ടേന്നേ, എല്ലാവരും വന്ന് സംസാരിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരോടുള്ള സമീപനം, ആത്യന്തികമായ സമീപനമാണ് ദരിദ്രരോട്, ബുദ്ധിമുട്ടുന്നവരോട്, തൊഴിലാളികളോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആശമാരെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നിട്ടിപ്പോൾ 1000 രൂപ ഓണറേറിയം കൂട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സാധനം കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞിട്ട് പറയുന്നത് നിങ്ങളുടെ സമരം കൊണ്ടല്ല, ഞങ്ങളത് കൂട്ടിയതാണ്, നിങ്ങളെ സമരം ചെയ്തിട്ട് ഞങ്ങൾ കൂട്ടിയതല്ല, ഞങ്ങളുടെ തോന്നൽ കൊണ്ട് കൂട്ടിയാണ്. ശരി, നിങ്ങളുടെ തോന്നലിലേ കൂട്ടുകയുള്ളൂ. അതായത് ഒരു സമരത്തെ എങ്ങനെ, അതിനോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിദരിദ്രരോടുള്ള സമീപനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവർ ഏതെങ്കിലും രാഷ്ട്രീയ ചേരിയിലേക്കിട്ട് ഇത് അവരുടെ ആളുകളാണ് എന്ന രൂപത്തിൽ വായടുപ്പിക്കാനുള്ള ശ്രമങ്ങളൊന്നും ഈ പറയുന്ന ഈ നിവേദനത്തിൽ ഒപ്പിട്ടവരെയൊന്നും ആ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. മന്ത്രി ഇന്നലെ വളരെ മാന്യമായ രീതിയിൽ ഒക്കെയാണ് അതിനോട് പ്രതികരിച്ചത്. പക്ഷേ സ്തുതിപാഠകർ അങ്ങനെയല്ല. ഇവരെയൊക്കെ ബഹിരാകാശത്തേക്ക് വിടണം എന്ന രൂപത്തിലൊക്കെ എഴുതി വരുന്ന ചില എഴുത്തുകാരടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഭാവിയിലേക്ക് നേട്ടം കാണുകയാണ്. അതായത് 3ാം പിണറായി സർക്കാർ വരുമെന്നും അത് കഴിഞ്ഞിട്ട് നമുക്കും വലിയ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. അതൊരു വശത്ത് നടക്കുന്നു. അതിദരിദ്രർ ഇവിടെയുണ്ട്. യഥാർത്ഥ കണക്ക് ഇതല്ല.